മോട്ടോ G85 വെച്ച് നോക്കുമ്പോൾ G96 തീർച്ചയായിട്ടും നല്ല അപ്ഗ്രേഡ്സ് ഉള്ള ഫോണാണ്. ബെറ്റർ ചിപ്സെറ്റ്, ബിഗർ ബാറ്ററി, ഹയർ റീഫ്രഷ് റേറ്റ്, മികച്ച ക്യാമറ എല്ലാം ഉണ്ട്. ബട്ട് ദെൻ നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടത് കോമ്പറ്റീഷനുമായിട്ടാണ്, അല്ലാതെ പ്രീവിയസ് ഇയർ മോഡലുമായിട്ടല്ല. അതോടൊപ്പം അണ്ടർ 20,000 സെഗ്മെന്റിലെ ഇക്കൊല്ലം ഇറങ്ങിയ ബെസ്റ്റ് ക്യാമറ ഫോണാണോ ഇത്? G96 വാങ്ങുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോട്ടറോള എന്താണ് ഇവിടെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? എല്ലാം അറിയാം ഈ വീഡിയോയിൽ. ക്യാമറ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ സെക്ഷനിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ബാക്ക് സൈഡിൽ മെയിൻലി 2 ക്യാമറാസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഇതിന്റെ മെയിൻ ക്യാമറ സോണിയുടെ LYT700C ആണ്. ഇത് മിഡ് റേഞ്ച് ഫോൺസിൽ കാണപ്പെടുന്ന കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള സെൻസറാണ്. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഡീറ്റെയിൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റിലായാലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കളേഴ്സ് മോട്ടോ ആയതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ആണ്, അല്പം പഞ്ചിയാണ്. സ്കിൻ ടോൺസ് അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പോർട്രേറ്റ് ഷോട്ട്സിലാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അത്ര നാച്ചുറൽ ആയിട്ട് തോന്നിയില്ല. ഡൈനാമിക് റേഞ്ച് ആൻഡ് ലൈറ്റ് കൺട്രോൾ നല്ലതാണ്. അൾട്രാ വൈഡ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അണ്ടർ 20,000 സെഗ്മെന്റിൽ ഒരുപാട് ഫോണുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് അൾട്രാ വൈഡ് ക്യാമറ. പക്ഷെ ഇവരത് തന്നിട്ടുണ്ട്. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ആണ്. എഗെയിൻ നല്ല ഡീറ്റെയിൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് അടക്കം ഓൾ ക്യാമറാസ് 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോണിന് ചൂടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ചൂടായി കഴിഞ്ഞാൽ വീഡിയോയിൽ നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് അല്ലെങ്കിൽ ഫ്രെയിം സ്കിപ്പ് ആവുന്നത് നോട്ടീസബിൾ ആണ്. ബട്ട് ഫോട്ടോഗ്രാഫിയിൽ ഐ തിങ്ക് ഇറ്റ് ബീറ്റ്സ് ദ കോമ്പറ്റീഷൻ. ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഇതിൻ്റെ ലെവൽ മനസ്സിലാക്കാനായിട്ട് അണ്ടർ 15,000 സെഗ്മെന്റിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന Dimensity 7300 എന്ന ചിപ്സെറ്റുമായി ഇതിനെ കമ്പയർ ചെയ്യാം. ഫസ്റ്റ്ലി ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ വെറും ഒരു 10% വ്യത്യാസം മാത്രമേ ഇവ തമ്മിലുള്ളൂ. പക്ഷേ ഇവരുടെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2ൻ്റെ പെർഫോമൻസ് ലോഡ് വരുമ്പോൾ നന്നായി കുറയുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഇത് വെറും ഒരു 15 മിനിറ്റിൻ്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ആയിരുന്നു. സോ 18,000 രൂപയ്ക്ക് ഈ ഒരു ചിപ്സെറ്റ് കൊടുക്കുന്നത് ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. UFS 2.2 സ്റ്റോറേജ് ആണ്, LPDDR4X RAM ആണ്, BGMIയിൽ 60 FPS ഗെയിമിംഗ് അൺലോക്ഡ് ആണ്. എന്ത് തന്നെ ആയാലും നിങ്ങളൊരു ബേസിക് ലൈറ്റ് യൂസർ ആണെങ്കിൽ മാത്രം ഈ ഫോണിനെ കുറിച്ച് ആലോചിക്കുക. ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ്. ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ എല്ലാ ആപ്ലിക്കേഷൻസിലും ഇത് നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പോരായ്മ എന്ന് പറയേണ്ടത് യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ചെയ്യാനുള്ള സപ്പോർട്ട് ഇതിനില്ല. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. 10-bit ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 15 ബേസ് ചെയ്തിട്ടുള്ള മോട്ടോയുടെ Hello UI ആണ് ഇവിടെ വരുന്നത്. ആൻഡ് 1+3 years ഓഫ് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് അഗെയിൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. 2+3 years ഓഫ് അപ്ഡേറ്റ്സ് ബാക്കി എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലീനബിൾ ആയിട്ടുള്ള OS ആണ്. ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആനിമേഷൻസ് ഇതിലുണ്ട്. ഗാലറി അപ്ലിക്കേഷൻ ഇല്ല. ഗൂഗിൾ ഫോട്ടോസ് ആണ് ബൈ ഡിഫോൾട്ട് എല്ലാ മോട്ടോ ഫോൺസിലും നമ്മൾ ഗാലറി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം ഡയലറും ഗൂഗിളിൻ്റെ ആണ്. അതുകൊണ്ട് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച്, AI ഇറേസർ പോലത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒപ്പം സ്മാർട്ട് കണക്ട് 2.0, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ട് വയർലെസ്ലി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. സോ ഈ സീംലെസ് ആയിട്ട് ഫയൽസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനും ഫോണിൻ്റെ ക്യാമറ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറയായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 13 5G ബാൻഡ്സ് ഉണ്ട്, 4G+, 5G++, VoNR എല്ലാത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ട്. Wi-Fi 5 ആണ്, 6 അല്ല. ബ്ലൂടൂത്ത് 5.2 ഉണ്ട്. NFC, ഹെഡ്ഫോൺ ജാക്ക്, IR ബ്ലാസ്റ്റർ ഇവയൊന്നുമില്ല. ഡുവൽ സിം സ്ലോട്ട് ആണ്. സോ ഭാവിയിൽ മെമ്മറി SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. പക്ഷേ 33 വാട്ടിൻ്റെ ചാർജിങ് മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഡുവൽ മൈക്ക് ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രപഞ്ച സത്യം പറയുവാണെങ്കിൽ മോട്ടോ G96 കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ്റെ ഒരു ഡൗൺ ഗ്രേഡഡ് വേർഷനാണ്. അൾട്രാ വൈഡ് ക്യാമറ 13 മെഗാ പിക്സലിന് 8 മെഗാ പിക്സലാക്കി മാറ്റിയിട്ടുണ്ട്. 68 വാട്ട് ചാർജിങ് 33ലേക്ക് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2+3 years ഓഫ് അപ്ഡേറ്റ്സ് 1+3ലേക്ക് ചുരുക്കിയിട്ടുണ്ട്. NFC എടുത്തു കളഞ്ഞു. ശേഷം ഫോണിൻ്റെ കവർ ബോക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്ജ് 50 ഫ്യൂഷനും G96ഉം തമ്മിലുള്ള വില വ്യത്യാസം എന്നത് വെറും 1000 രൂപയാണ്.
ബട്ട് സ്റ്റിൽ 50 ഫ്യൂഷൻ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഫസ്റ്റ്ലി നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോസസ്സറിൻ്റെ ഇൻകൺസിസ്റ്റൻസി, രണ്ടാമത് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് വന്നെങ്കിലും സർക്കിൾ ടു സെർച്ച്, ജേണൽ, ക്യാച്ച് മീ അപ്പ് പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സും മറ്റ് കസ്റ്റമൈസേഷൻസും എഡ്ജ് 50 സീരീസിലേക്ക് മോട്ടോറോള റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഓൾസോ എഡ്ജ് 50 സീരീസിൽ ഒരുപാട് കംപ്ലയിൻസും വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇവരുടെ കുറവുകൾ മറികടക്കുന്ന മോട്ടോയുടെ തന്നെ ബെറ്റർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. ഐ നോ ഇതിൻ്റെ വില 20,000 മേലെയാണെന്ന്, പക്ഷേ ഒരു 2 മാസം നമ്മൾ വെയിറ്റ് ചെയ്താൽ, അതായത് ഫ്ലിപ്കാർട്ടിലെ BBD സെയിലിൽ സുഖമായിട്ട് ഇത് നമുക്ക് അണ്ടർ 20,000 കിട്ടും. ആൻഡ് അറ്റ് ദാറ്റ് പ്രൈസ് 1.5K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ, 256 GB സ്റ്റോറേജ്, ഡൈമെൻസിറ്റി 7400 ചിപ്സെറ്റ്, ലേറ്റസ്റ്റ് മോട്ടോ AI ഫീച്ചേഴ്സ്, കൂടുതൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട്, 68 വാട്ടിൻ്റെ ചാർജിങ്, ഇതെല്ലാം കിട്ടും. ദെയർഫോർ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.